കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ, വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു തരും. പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരും. നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ്. എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും. ബെഡ് റോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫോൺ 7299909999. ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലവും തിരിച്ചുപിടിക്കുമെന്ന മുൻ MLA M. ഹംസ ACVയുടെ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകം ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്നതെന്ന് മുൻ MLA M. ഹംസ പറഞ്ഞു. ഇന്ത്യയിൽ മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും CA അടക്കമുള്ള ബില്ലുകളും ഇതിനെതിരായി കർഷക സമരവും മറ്റ് പ്രക്ഷോഭങ്ങളും ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. നിരപേക്ഷതയും സംരക്ഷിക്കപ്പെടും എന്നതാണ് CPM വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളുണ്ട്. കർഷക സമരങ്ങൾ ചെറിയൊരു ഇമ്പാക്റ്റ് അല്ല ജനമനസ്സിലുണ്ടാക്കിയിട്ടുള്ളത്. വലിയൊരു പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ കാപട്യം, BJPയുടെ ജനവിരുദ്ധത അവർ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിനവർ പ്രതികാരം ചെയ്യാതിരിക്കില്ല. ഇവിടെ പൗരത്വ ബില്ല് കൊണ്ടുവന്നു. ആ പൗരത്വ ബില്ലിനെതിരായി ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരമുണ്ട്. ഇന്ത്യയിലാകെ നടന്ന സമരങ്ങളിൽ നിന്ന് വളരെ ശക്തവും വ്യത്യസ്തവുമായിരുന്ന ഒരു സമരമാണ് ഡൽഹിയിലെ സമരം. കേരളത്തിൽ ഇക്കുറിയും BJP അക്കൗണ്ട് തുറക്കില്ലെന്നും BJP വരണമെങ്കിൽ കോൺഗ്രസ് മനസ്സ് വെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ BJPയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായും ഇതിന്റെ തുടർച്ചയായി പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതായും M. ഹംസ പറഞ്ഞു. അതിൽ കൂടുതൽ വോട്ടൊന്നും BJPക്ക് കേരളത്തിൽ കിട്ടാൻ പോണില്ല. ഒരു MLA ആണ് BJPക്ക് ആകെ കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിലുണ്ടായിട്ടുള്ളത്. അത് O. രാജഗോപാലനാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലവും ഇടതുപക്ഷം തിരിച്ചു പിടിച്ചു. ഇടതുപക്ഷം ശക്തമായ കേരളത്തിൽ BJP തിരിച്ചു വരാനോ BJP ജയിക്കാനോ പോകുന്നില്ല. BJP ജയിപ്പിക്കണമെങ്കിൽ ആരു തീരുമാനിക്കണം? കോൺഗ്രസ് തീരുമാനിക്കണം. കോൺഗ്രസ് ലീഗ് BJP കൂട്ടുകെട്ട് കേരളത്തിലുണ്ടോ എന്ന കാര്യം സംശയമുണ്ട്. ആ സംശയമാണ് ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ BJPയുമായിട്ടൊരു രഹസ്യ സംഭാഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്നെ അവിടെ ജയിപ്പിക്കുക, ഷാഫി അവിടെ ജയിപ്പിക്കുക, പാലക്കാട് നിയമസഭയിലേക്ക് BJPയെ ജയിപ്പിക്കുക. ഷാഫി ഇവിടെ ജയിച്ചത് BJPക്കെതിരായിട്ടാണ്. വടകരയിലെത്തിയപ്പോൾ BJPയുടെ മുമ്പിൽ സറണ്ടർ ചെയ്ത് BJPയുടെ വോട്ട് വാങ്ങി ഇവിടെ പാലക്കാട് അസംബ്ലി മണ്ഡലം BJPയെ അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ, അവിടെ ഞാൻ ജയിച്ചാൽ അവിടെ MP ആയാൽ ഇവിടെ MLA BJPക്ക് കൊടുക്കാം എന്ന ഒരു രഹസ്യ കൂടിക്കാഴ്ചയിലൂടെ തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരം BJPയെ ജയിപ്പിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമിച്ചാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കഴിയുന്നൊരു കാര്യമല്ല. കോൺഗ്രസ്സിലെ നല്ലവരായ ആളുകൾ മതനിരപേക്ഷ ചിന്തയോടൊപ്പം നിന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു. കേരളത്തിൽ കോൺഗ്രസും ലീഗും മോദിയുടെ B ടീമാവാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പിണറായി വിജയൻ നടത്തുന്ന പ്രവർത്തനങ്ങളും കിഫ്ബി അടക്കമുള്ള സംവിധാനങ്ങളും ജനം ശ്രദ്ധയോടെ കാണുന്നതായും അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ പോവുക. കാരണം കോൺഗ്രസ് ലീഗ് BJP കൂട്ടുകെട്ടുണ്ടാക്കിയാൽ ലീഗ് അണികൾ ലീഗ് ലീഡർഷിപ്പിൽ പറയുന്നത് കേൾക്കില്ല, കോൺഗ്രസ് അണികൾ കോൺഗ്രസ് ലീഡർഷിപ്പ് പറയുന്നത് കേൾക്കില്ല. ആ രീതിയിൽ കോൺഗ്രസ് ലീഗ് BJP കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസിലും ലീഗിലുമുള്ള നല്ലവരായ മനുഷ്യരുടെ പിന്തുണയോടുകൂടി ഇടതുപക്ഷം തിളങ്ങുന്ന വിജയം ഉണ്ടാക്കുന്നത് കേരളത്തിൽ കാണാൻ പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വടകര ബേപ്പൂർ മോഡൽ എന്നത്. വടകരയുടെ 2ാം ചാപ്റ്റർ ഓപ്പൺ ചെയ്യാനാണ് ഷാഫി ശ്രമിക്കുന്നതെങ്കിൽ 2ാം ചാപ്റ്റർ ഓപ്പൺ ചെയ്യാൻ ഷാഫി പറമ്പിനാകില്ല എന്ന് തെളിയിക്കാൻ പോവുകയാണെന്നാണ്.
പാലക്കാടിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കുമെന്നും നിലവിലെ എംപിമാരായ VK ശ്രീകണ്ഠനും രമ്യ ഹരിദാസും പൂർണ്ണ പരാജിതരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഇടതുപക്ഷം പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ജില്ലയിലെ ആലത്തൂർ, പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണയിൽ പാലക്കാട് മണ്ഡലം ഏറ്റവും ചുരുങ്ങിയ വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. പാലക്കാടും ആലത്തൂരും തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. 2 കൊല്ലം രണ്ട് എംപിമാർക്ക് വേണമെങ്കിൽ ഒരവസരം കിട്ടിയ അവസരം ഉപയോഗിച്ച് ഇവിടെ ഒരു വേരുകളുണ്ടാക്കി പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല, അവർ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ പാലക്കാടിൻ്റെ പ്രശ്നങ്ങളിൽ ഒന്നിലും അവരിടപെട്ടില്ല. പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയുണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള പോരാട്ടം നടത്തി വിജയിച്ചിരുന്നുവെങ്കിൽ പാലക്കാട്ടെ 2 എംപിമാർ അവർ സംഭാവന ചെയ്യുമെന്ന് പറയാം. ബിമൽ, അത് സ്വകാര്യവൽക്കരണം തടയാൻ അവിടെ പൊരുതി നീട്ടിയിരുന്നുവെങ്കിൽ പാലക്കാടിന് വേണ്ടി പൊരുതിയ എംപിമാരാണ് ഇവർ എന്ന് പറയാമായിരുന്നു. അവർ ചെയ്തില്ല. അതുപോലെ തന്നെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി സ്ഥലം കൊടുത്തു, പവർ കൊടുത്തു, അത് ഏറ്റെടുക്കാൻ ബിമൽ പണം കൊടുത്ത് ടെക്നോളജിയും കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞു. ഈ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളെ മുഴുവൻ ഉപയോഗിച്ച് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി, പാലക്കാട് കോച്ച് ഫാക്ടറി വന്നിരുന്നുവെങ്കിൽ ഇവരെ തോൽപ്പിക്കാൻ ജന്മത്തിൽ ആർക്കും പറ്റില്ല. പക്ഷേ ഇവരെല്ലാം എന്താ ചെയ്തത്? പാലക്കാട് ജില്ലയുടെയോ കേരളത്തിൻ്റെയോ വികസനത്തിനു വേണ്ടിയല്ല, 5 കൊല്ലം MP എന്ന രീതിയിൽ അവർ ടൂർ പാക്കേജ് നടത്തി സുഖവാസം കേന്ദ്രത്തിലിരുന്ന് അവർ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച 2 എംപിമാരാണ് എന്ന് കേരളത്തിലെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മനസ്സിലായി.